സുമതി വളവ് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വിവാദം അതിൻ്റെ ഒരു നെക്സ്റ്റ് എക്സ്കലേഷൻ ഫേസിലേക്ക് എസ്കലേറ്റ് ചെയ്ത് പോവുകയാണ്. ഉണ്ണി മുകുന്ദൻ, അഭിലാഷ് പിള്ള, ഉണ്ണി മുകുന്ദൻ, മാളികപ്പുറം ബെൽറ്റ് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഇന്നലെ പത്രമാധ്യമങ്ങളെ കണ്ട് ഈ അഭിലാഷ് പിള്ള സംസാരിച്ച സമയത്ത് ഉണ്ണി മുകുന്ദൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു PR ബെൽറ്റ് ഉണ്ടെന്നും ഒരു PR ആക്രമണം നടക്കുന്നു എന്നും പിന്നെ 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുണ്ട് എന്ന് പറഞ്ഞു. അത് പേരെടുത്ത് ഉണ്ണി മുകുന്ദൻ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലെങ്കിലും അതിന് മുമ്പ് വരെ സംസാരിച്ചിരുന്നത് ഉണ്ണി മുകുന്ദൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ മീഡിയ അത് ആ രീതിയിൽ ഔട്ട് ചെയ്തു. അങ്ങനെ ഉണ്ണി മുകുന്ദൻ ഇതിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് വരുന്നു. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള റാപ്പൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം വരുന്നു. ആൻഡ് ഓബിയസ്ലി ഇതിനിടയിൽ വാട്ടർമാൻ വെള്ളം മുരളി ഭയങ്കരമായിട്ട് അങ്ങോട്ട് വൈറ്റ് വാഷ് ആയിട്ട് പോവുകയാണ്. അതായത് ഞാനിപ്പോൾ തീരും, ഞാൻ എൻ്റെ ലൈഫ് അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സിന് വേണ്ടി വീഡിയോ ഇട്ട മുരളി വലിയ സ്കാമറാണ്. ഓക്കെ, ഒരുപാട് പേരെ സ്കാം ചെയ്തിട്ടുണ്ട്. ആ വെള്ളം സിനിമയിൽ കാണിച്ച സിനിമ ലൈഫൊന്നുമല്ല ഈ ചങ്ങായിൻ്റെ എന്നുള്ളത് ഇപ്പോൾ ഇയാൾ എന്താണെന്നുള്ളത് അന്വേഷിച്ചിറങ്ങുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് പേര് ഇതേപോലെ പറ്റിച്ചും തട്ടിച്ചും ഒക്കെ കുറേ കാലമൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ലായിരിക്കും. ഓക്കെ, പിന്നെ എങ്ങാനും പിടി വീണാലും അല്ലെങ്കിൽ പിടി വീഴുന്നതിന് മുമ്പൊക്കെ ചില ആളുകൾ കാണിക്കുന്ന ഒരു തരം ഗിമിക്കാണ് എന്ത്, അയ്യോ എൻ്റെ എല്ലാം പോയേ, എന്നെ എല്ലാവരും തകർത്തേ, ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ ഈ സ്കീം. അപ്പോൾ ഓക്കെ, കുറച്ചധികം കാര്യങ്ങൾ നമുക്കിതിൽ നോക്കാനുണ്ട്. ഇന്നലെ ഞാൻ ഈ ഒരു കോണ്ടന്റിൽ വീഡിയോ ചെയ്ത സമയത്ത് കഴിഞ്ഞ ദിവസം അഭിലാഷ് പിള്ളയുടെ ഭാഗത്തുനിന്നും സുമതി വളവ് ടീമിൻ്റെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ആ റെസ്പോൺസ് വന്നതിന് ശേഷം എഗെയിൻ വാട്ടർമാൻ മുരളി ഈ സിനിമയുടെ എത്രയാണ് ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ എന്നുള്ള ലിസ്റ്റൊക്കെ, അതായത് പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസ് ലിസ്റ്റൊക്കെ അങ്ങേര് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് പോയി നോക്കണം. ആദ്യം തന്നെ വാട്ടർമാൻ മുരളി പറയുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഉടായിപ്പാന്ന് മനസ്സിലാവും. അതിലൂടെ ഒന്ന് പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട് അഭിലാഷ് പിള്ളയും ടീമും പറയുന്നത് കേൾക്കാം. അതിലേക്ക് പറഞ്ഞതൊക്കെ സത്യമാണ്, ഒരു കളവുമില്ല. പിന്നെ അഭിലാഷിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു, സാറ്റലൈറ്റ് OTT പോയിട്ട് സി ചാനലിൽ സാറ്റലൈറ്റ് എവിടെയാണ് പോയെന്നൊന്ന് ചോദിക്കണം. സുമതി വളവ് സാറ്റലൈറ്റ് പറഞ്ഞാൽ TV വരുന്നത്, അതായത് അറിയാലോ സാറ്റലൈറ്റ് OTT പറഞ്ഞാൽ നമ്മുടെ ആമസോൺ, നെറ്റ്ഫ്ലിക്സ് ആണ് OTT ചാനൽ. സാറ്റലൈറ്റ് റൈറ്റ്സ് പോയിട്ട് പറഞ്ഞിട്ട് സാറ്റലൈറ്റ് എവിടെ പോയി ഞാൻ എനിക്കറിയില്ല. ആ സിനിമയുടെ മൊത്തം മുതൽ മുടക്ക് എത്രയാണ്, നിങ്ങൾക്ക് എത്രയാണ് ലാഭം കിട്ടിയത്? താങ്കൾ മാത്രമായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസ്? ഞാൻ പിന്നെ അവസാനം ഗോകുലം വന്നിട്ട് അവരാണ് നമ്മളെ രക്ഷിച്ചത്. അവരില്ലെങ്കിൽ നമ്മൾ പടം ഒരിക്കലും ഇറങ്ങില്ല. ഞാൻ കണക്ക് എൻ്റെ മൊബൈലിലുണ്ടാ 22,56,76,260 വിത്ത് GST. നമുക്ക് നമ്മൾ ചിലവായത് 16,81,00,000 നമുക്ക് ചിലവായി. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, പിന്നെ യൂണിറ്റ് എക്സ്പെൻസ്, മറ്റേ ടെക്നീഷ്യന് കൊടുക്കാൻ ഇത് എല്ലാം കൂടി, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 4 കോടി, ഗോകുലത്തിന് ഇൻട്രസ്റ്റ് 1,95,00,000. അത് ചിലപ്പോൾ അവർ വേണ്ടെന്ന് നോക്കുമായിരിക്കും, എന്നാൽ അറിയില്ല. എന്നാൽ തന്നെ പടത്തിന് നഷ്ടം തന്നെയാണ്. അവർ വിത്ത് ഇൻട്രസ്റ്റാണ് ഞാൻ പറഞ്ഞത്, 22,56,56,00,000 വിത്ത് ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ടാണ് പടത്തിൻ്റെ ചിലവ്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ലാഭമായിരുന്നു എന്ന തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ? ലാഭമായൊന്നും ഒരു പോസ്റ്റർ ഇട്ടില്ല. പടത്തിൻ്റെ ഗ്രോസ് കളക്ഷൻ ഇട്ടിട്ടുള്ളൂ. ഞാൻ ലാഭമെന്ന് പടത്തിൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നെ പല ചാനലിലും വിളിച്ചു ചോദിച്ചിട്ട് നമ്മൾ പോസ്റ്ററിൻ്റെ ലാഭമെന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു. മിസ്റ്റർ വാട്ടർമാൻ മുരളി, നിങ്ങൾ ഈ സൈഡിൽ ഞാൻ ഫോട്ടോ കാണിക്കാം. ഇതാണ് നിങ്ങൾ പ്രൊഡക്ഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള ലിസ്റ്റ്. ഇതിനകത്ത് തന്നെ സാലറി, ആർട്ടിസ്റ്റിൻ്റെ സാലറി 1,84,69,700 രൂപ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആർട്ടിസ്റ്റുകൾക്ക് മൊത്തം സാലറി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് എക്സ്പെൻസിൽ കാണിക്കാൻ പറ്റും. കാരണം കൊടുക്കാത്തൊരു സാധനം എക്സ്പെൻസിൽ കാണിക്കേണ്ട കാര്യമില്ല. ടെക്നീഷ്യൻ്റെ സാലറി 1,32,25,600 രൂപ. ഞാൻ എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരോടൊക്കെ പ്രൊഡക്ഷൻ ഹൗസിലുള്ളവരും പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് അയച്ചു കൊടുത്തു. ഇത് എന്ത് പ്രൊഡക്ഷൻ്റെ പരിപാടി ഇങ്ങനെ എഴുതി കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഒരു പിടുത്തമില്ല. ഇങ്ങനെയാണോ ഒരു പ്രൊഡക്ഷൻ്റെ ചാർട്ട് റെഡിയാക്കുക? ഇതിനകത്ത് അങ്ങേർക്ക് വന്ന എക്സ്പെൻസ്, പ്രൊഡ്യൂസർ എക്സ്പെൻസ് പറഞ്ഞാൽ 18 ലക്ഷം രൂപ എഴുതിയിട്ടുണ്ട്. അതെന്താ? പിന്നെ ഇതിനകത്ത് ലോണ്, അതിൻ്റെ റീപേയ്മെൻറ്റ്, അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ എഴുതി കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു പടത്തിൻ്റെ പ്രൊഡക്ഷൻ ടീം അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ആൻഡ് ഒരു സാധനം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് അത് പോകണം, ആ പൈസ നമ്മൾ കൊടുത്തിരിക്കണം. ഇതിൽ പല പൈസകളും സെറ്റിലാക്കിയിട്ടില്ല എപ്പോഴും. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറും ഇതിൻ്റെ ബാക്കി ടീമും അങ്ങനെ കുറച്ച് ആൾക്കാർ ഇയാൾക്കെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൽ കുറേ എന്താ പറയുക കൊടുക്കാത്ത പൈസകളുടെ ലിസ്റ്റ് നിങ്ങൾ ഒന്നിച്ചിട്ടിട്ട് 22,56,77,268 എന്ന് പറഞ്ഞ കണക്കിലേക്ക് നിങ്ങൾ എത്തിയതല്ലേ. അപ്പം ഇതൊക്കെ എന്താ പറയുക, ഇത് സാധാരണക്കാർ കാണുമ്പോഴും കേൾക്കുമ്പോഴും വിചാരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത്രയും കോടി രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് ചിലവാക്കിച്ചു. ഇതൊക്കെ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് പോയ പൈസയാണോ? അത് അടുത്ത ചോദ്യം. ഗോകുലം എത്ര ഇട്ടു? ഇതിന് മുമ്പ് ഫസ്റ്റ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പ്രൊഡക്ഷൻ ടീം എത്ര രൂപ തന്നു? അത് ഇൻട്രസ്റ്റിന് എത്ര രൂപ നിങ്ങൾ തിരിച്ചവർക്ക് കൊടുത്തു? അത് ഇൻട്രസ്റ്റ് ആക്കാനുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഒരു 10-16 കോടി രൂപ വന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പലരും ഇട്ട പൈസയാണ്. അല്ല നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഈ പടം തുടങ്ങുമ്പോൾ അക്കൗണ്ടിൽ 16 കോടി ഉള്ളതല്ല. മനസ്സിലായോ? ഇവിടുന്നും വന്ന പൈസകളും പോയ പൈസകളുമാണ്. ഇതെല്ലാം കൂടി എടുത്ത് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ നിന്ന് ഈ സിനിമയ്ക്ക് എത്ര ഇറങ്ങി എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് പറയേണ്ടതും അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ടതും. ഓക്കെ, അങ്ങനത്തെയൊക്കെ കുറേ കോംപ്ലിക്കേഷൻസും കുറേ വിഷയങ്ങളും ഇതിനകത്തുണ്ട്. ഇനി നമ്മളെ പ്രതീഷ് ശേഖർ PR ഓണങ്ങേര് അങ്ങനെ ഇതേ വിഷയത്തിൽ സുമതി വളവ് വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. നമസ്കാരം. കഴിഞ്ഞ ദിവസം മുരളിച്ചേട്ടന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ പറയുന്ന സുമതി വളവ് എന്ന ചിത്രത്തിൽ PR ആയിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. ആദ്യമേ പറയട്ടെ, മുരളിച്ചേട്ടൻ അത്രയും നഷ്ടങ്ങൾ മുരളിച്ചേട്ടന് വന്നു എന്ന് അറിഞ്ഞതിൽ അതിന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഒപ്പം ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം, ഈ പടത്തിന്റെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളതും എങ്ങനെയാണ് നഷ്ടം വന്നതെന്നുള്ളതും അദ്ദേഹം പറയുന്ന പേരുകളിൽ ആരെങ്കിലും ആ പൈസ അടിച്ചുകൊണ്ട് പോയതാണോ എന്നുള്ളതും അദ്ദേഹം വെളിപ്പെടുത്തണം. അല്ലെങ്കിൽ അസോസിയേഷൻകാരോ അല്ലെങ്കിൽ മറ്റേതൊരു ആൾക്കാരോ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഇത് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവരണം. ഒപ്പം ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള, ഇപ്പം ഞാൻ PRO ചെയ്തപ്പം ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ ടീമുകളുണ്ട്. അവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ അവർക്ക് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഫെഫ്ക PRO യൂണിയൻ വരെ കംപ്ലൈന്റ് കൊടുത്തു. എന്നിട്ടും ഒരു തുച്ഛമായ എമൗണ്ട്, അതിന്റെ ഒരു ശതമാനം അല്ലെങ്കിൽ 5% വരുന്ന ഒരു എമൗണ്ട് മാത്രമാണ് മറ്റൊരു വ്യക്തി എനിക്ക് നൽകിയത്. ഒപ്പം ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻസ്, അവർക്ക് പലർക്കും ഇനിയും പൈസ കിട്ടാൻ വേണ്ടിയുണ്ട്. ഒരു പൈസ കിട്ടാത്ത ആൾക്കാർ പോലും ഉണ്ട്. അത് നമ്മുടെ സുഹൃത്തുക്കളാണ്, അഭിനേതാക്കളാണ്, ടെക്നീഷ്യൻസ് ആണ്. അപ്പൊ അവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. പിന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ ആരെങ്കിലും ആക്രമിക്കുന്ന ഒരു സംഭവം ഇപ്പം നമ്മളൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും അവരെന്ത് തെറ്റാണ് ചെയ്തത്, ഇവരാണ് പൈസ അടിച്ചുകൊണ്ട് പോയതെന്നുണ്ടെങ്കിൽ അതും വ്യക്തമാക്കുക. അല്ലാത്ത രീതിയിൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തോട്ടോ വ്യക്തിപരമായിട്ട് ആക്രമിക്കരുത്. ആദ്യം അയാൾ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക. പിന്നെ ഞാൻ ഇന്നലെയും മുരളിച്ചേട്ടനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളർന്നിരിക്കുന്ന മനുഷ്യനാണ്. അപ്പം എവിടെയാണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് സത്യം പുറത്തു വരട്ടെ. അസോസിയേഷൻകാരും ഫിലിം അസോസിയേഷൻകാരും മറ്റ് ഇതര ആൾക്കാരും ഒക്കെ ഇടപെട്ട് സത്യം പുറത്തു കൊണ്ടുവരട്ടെ. ഒപ്പം ഈ പാവപ്പെട്ട മുരളിച്ചേട്ടൻ അങ്ങനെ പൈസ കിട്ടുകയാണെങ്കിൽ പൈസ കിട്ടട്ടെ. ഇതിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിനും മറ്റിതര ആൾക്കാർക്കും എന്റെ കൂടെ വർക്ക് ചെയ്ത പിള്ളേർക്കും ഒക്കെ പൈസ കിട്ടട്ടെ. സിനിമ ജയിക്കട്ടെ. മുരളിച്ചേട്ടൻ്റെ കർമ്മ ഒരു വല്ലാത്ത കർമ്മയാണ്. ഫ്ലാറ്റിലിങ്ങനെ ഇരിക്കും. ഒരു ദിവസത്തിൽ ഒരാൾ അങ്ങനെ മാസത്തിൽ ചിലപ്പോൾ ഒരു 10-30 പേര് അല്ലെങ്കിൽ ഒരു 10-15 പേര്, അതിൻ്റെ ഒരു പകുതി കൂട്ടിക്കുന്നു 2 ദിവസത്തിൽ ഒരാളൊക്കെ വെച്ചിട്ട് ചില ബിസിനസ്സുകൾ സംസാരിക്കാനും സിനിമേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സംസാരിക്കാനൊക്കെ ഫ്ലാറ്റിലേക്ക് കയറിപ്പോകുന്നവരെ ഇങ്ങേരുടെ ആ വെള്ളം സിനിമയുടെ ഓറയൊക്കെ വെച്ച് ഇങ്ങേര് ഇങ്ങോട്ട് സംസാരിച്ച് ആരോട് സംസാരിച്ചാലും മുഴുവൻ. കാരണം ഒരു ബ്രദർലി വൈബിലാണ് സംസാരിക്കുക. പിന്നെ ഹൈലി മോട്ടിവേഷനാണ് കൊടുക്കാറ്. കള്ളുകുടീൻ്റെ കാര്യം, നൃത്തിയ കാര്യം, അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് പ്രോപ്പർ സ്കാമർ. മനസ്സിലായോ? അപ്പിയറൻസിലൊരു പാവം, സംസാരത്തിലൊരു പാവം, എപ്പോഴും ഒരു ബ്രദർലി വൈബ് കീപ്പ് ചെയ്യുന്നു. പിന്നെ ഓൾറെഡി മലയാളികളുടെ മുന്നിൽ വെള്ളം എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കൊക്കെ അയ്യോ വെള്ളം മുരളി, അയ്യോ ഇത്രയും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുന്നിൽ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ സംസാരത്തിൽ വീണ് പോയി കാശ് കൊടുത്തവർ പല ബിസിനസ്സിനും സിനിമയ്ക്കും കൊടുത്തവരുണ്ടാവും കൂടെ. ആ ലെവൽ ഓഫ് എന്താ പറയുക, കുറേ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് കളിച്ചൊരു മനുഷ്യനാണ് ഇങ്ങേര് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുക. അതൊക്കെ തുറന്ന് പറയാൻ പറ്റുന്നവർ പുറത്ത് വന്ന് പറയട്ടെ. പോയി ഇങ്ങേരെ അടുത്ത് സംസാരിച്ചുകൊണ്ട് എക്സ്പീരിയൻസുകൾ എനിക്ക് പലരും ഷെയർ ചെയ്തതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. സ്കാമുകൾ പുറത്ത് വരാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങേര് പൈസ തട്ടിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്കൊക്കെ പുറത്ത് വരാം. അത് എബ്രോഡുള്ള ആൾക്കാർ USA UK ഒക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വരാം. ഒന്നും വിഷയമുള്ള കാര്യമില്ല. കാരണം ഇപ്പം ഇങ്ങേര് വന്നിരുന്ന് ഈ സിനിമ ഇങ്ങനെ സത്യം പറഞ്ഞാൽ വിചാരിച്ചതെന്താ അറിയോ, സുമതി വളവിലൂടെ ഈ മാളികപ്പുറത്തിൻ്റെ ടീമിനെ കൊണ്ടുവന്ന് ഒരു 100 കോടി ഒരു സാധനം അച്ചീവ് ചെയ്യാം.
ഇങ്ങേരുടെ കടം മൊത്തം വീട്ടാം. ഓക്കെ, ബാക്കി ലോസുകളൊക്കെ ഇങ്ങേർക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് നികത്തിയിട്ട് ആ 100 കോടി അത് സെറ്റാക്കി പോവാം, പിന്നെ സിനിമയിൽ തന്നെ തുടരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാ സിനിമയും 100 കോടി അടിക്കാൻ പറ്റുമോ? എല്ലാ സിനിമയും 100 കോടി അടിക്കും? ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് പൊട്ടിയോന്ന് ചോദിച്ചാൽ പൊട്ടിയില്ല, എന്നാൽ ഒരു ആവറേജ് ഹിറ്റാണെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഇങ്ങേർക്ക് പൈസ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടും സ്വന്തം പോക്കറ്റിൽ നിന്നല്ല പൈസ ഇറക്കിയത് എന്നുള്ളത് കൊണ്ടും വന്ന പൈസയ്ക്ക് ഇവരെയും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീർത്തുവാൻ കുറേ സ്വന്തം ആവശ്യത്തിന് എടുത്ത് കാണും ചിലപ്പോൾ. അതൊക്കെ ഒരു ഓഡിറ്റർ വെച്ച് കൃത്യമായിട്ട് ഇവിടുത്തെ അസോസിയേഷനുകൾ ഇതിൻ്റെ ഡയറക്ടറെയും റൈറ്ററെയും ആരോപണ വിധേയരായ ആളുകളെയും ഈ പറഞ്ഞ മുരളീനെയും കൊണ്ടുവന്നിരുത്തി ഇവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ചെക്ക് ചെയ്ത് എത്ര വന്നു, ആരിൽ നിന്ന് വന്നു, അത് ആരിലേക്കൊക്കെ പോയി, ആരൊക്കെ എത്രയൊക്കെ കൈപ്പറ്റി എന്നുള്ളതൊരു അക്കൗണ്ടബിലിറ്റി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന വിഷയത്തിനകത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അഭിലാഷ് പിള്ള ഇന്നലെ കൊടുത്ത ആ ഒരു പ്രസ് മീറ്റ് കാണാം. ഞങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ PR ചെയ്യാൻ വേണ്ടി നിങ്ങൾ പല ആളുകളും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ ഓൺലൈൻ പ്രൊമോഷൻ ചെയ്യുന്ന ടീമുകൾ അല്ലെങ്കിൽ PR ചെയ്യുന്ന ടീമുകൾ ചോദിക്കുന്ന പൈസ തന്നിട്ടാണ് ഞങ്ങൾ ഇത്ര നമ്പേഴ്സ് ഓഫ് കാർഡുകൾ പോലും ഞങ്ങൾക്ക് ഒരു സിനിമയുടെ പ്രൊമോഷൻ തരുന്നത്. അതേ PR ടീം കഴിഞ്ഞ 2 ദിവസമായിട്ട് എടുക്കുന്ന നല്ല ജോലി സോഷ്യൽ മീഡിയ ഞങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ഞാൻ കണ്ടു, മാളിയപ്പുറ ഉണ്ണിമൂന്നനാണ് സംവിധാനം ചെയ്തത്. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഇത് കണ്ട് വളരെ ഷോക്കായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഉണ്ണിമൂന്നന്റെ വിജയിച്ച ചിത്രങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്യുകയും പരാജയപ്പെട്ട ചിത്രങ്ങൾക്കൊക്കെ വേറെ സംവിധാനം ആവുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഉണ്ണി മുകുന്ദൻ ദ ഫാക്ടർ കംസ് ഇൻ. ഈ മാളികപ്പുറം എന്ന് പറയുന്നത് വല്ലാത്ത ലൂപ്പാട്ടോ. ഇത് ഇനിയും വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എല്ലാവരുടെയും ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മാളികപ്പുറം. അപ്പോൾ അവരുതാണെങ്കിലും എൻ്റെ ആണെങ്കിലും എല്ലാവരുതാണെങ്കിലും മാളികപ്പുറം എന്ന് പറഞ്ഞ ബെൽറ്റിനകത്ത് നിന്ന് ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് എന്താ, ഉണ്ണി മുകുന്ദൻ തിരിഞ്ഞു. ഓക്കെ, ഇവരൊക്കെ ഒരു ബെൽറ്റായിരുന്നല്ലോ ആ മാളികപ്പുറം. അപ്പോൾ ഇനിയും അങ്ങനത്തെ ഒക്കെ പ്രൊജക്റ്റുകളൊക്കെ വിചാരിച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു ടീം വർക്ക് അങ്ങനെയാണല്ലോ. സിനിമയിൽ ഒരു സാധനം സക്സസ് ആയാൽ ചിലപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരാം, അല്ലെങ്കിൽ ഒരു പുതിയ സാധനം കൊണ്ടുവരാം. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു PR വർക്ക് വെച്ച് ഉണ്ണി ഇല്ലാത്ത ഇപ്പുറത്ത് ഈ സൈഡിലിരിക്കുന്ന ഇവരുടെ ഈ മാളികപ്പുറം ടീമിനെ ഭയങ്കരമായിട്ട് PR അടിക്കാൻ മാത്രം ഉണ്ണി മുകുന്ദൻ ഇവരോട് എന്ത് ഗ്രഡ്ജ് എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ അതായിരിക്കണം, അല്ലെങ്കിൽ ഈ വെള്ളം മുരളി പറഞ്ഞ കാര്യങ്ങളെ ഇവർക്ക് അറിയാൻ പാടും. അത് വെച്ചിട്ടാണ് ഇവർ ഓഡിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഉണ്ണി മുകുന്ദൻ കാശ് കളഞ്ഞ് PR വെച്ച് നിങ്ങളെ അടുപ്പിക്കുക എന്നുള്ളൊരു സ്കീമിനേക്കാൾ ഉപരി മലയാളികൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ രോദനം കേട്ട് ആ ഒരു മൂടുണ്ടല്ലോ, അയ്യോ പാവടി ഇത്രയും കോടി രൂപ കൊണ്ടുവന്നിട്ട് ഇങ്ങേർക്ക് ഒന്നും കിട്ടിയില്ലല്ലോ, പറ്റിച്ചല്ലോടാ നിങ്ങളെല്ലാവരും. അതിലെന്നെ പേര് അഭിലാഷ് പിള്ള, ബാക്കി ഒപ്പമുള്ളവരൊന്നും അറിയാൻ പാടില്ല, അഭിലാഷ് പിള്ളയെ അറിയൂ. അങ്ങനത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത്യാവശ്യം ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഇട്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ $, കിട്ടും. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചായിരിക്കാം. അതിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നില്ല അതൊരു ഉണ്ണി മുകുന്ദൻ ഫാക്ടറിൻ്റെ മുകളിൽ ഉണ്ണി മുകുന്ദൻ പോയിട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പേഴ്സണൽ ഫ്രിക്ഷൻസ് പലരും കാണുമായിരിക്കും, അല്ലെങ്കിൽ പ്രൊഫഷണലി എന്തെങ്കിലുമൊക്കെ ഫ്രിക്ഷൻസ് കാണുമായിരിക്കും. ചിലപ്പോൾ അത് മനസ്സിൽ വെച്ച് ഓഡിറ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ ഉണ്ണി മുകുന്ദൻ തന്നെ എന്നുള്ള നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തിയതാണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ അങ്ങനെയാണ് ഈ ഉണ്ണി മുകുന്ദൻ സാധനത്തിൻ്റെ ഒരു തുടക്കം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കി കേൾക്കാം. ഈ സിനിമ എങ്ങനെ സംഭവിച്ചു എന്നത് പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. മാളികപ്പുറം എന്നൊരു സിനിമ നിങ്ങളൊക്കെ കണ്ടതാണ്. ആ സിനിമ വിജയിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന ഒരു സിനിമയുടെ ബിസിനസ് വാല്യൂ കണ്ടിട്ടാണ് ഈ നിർമ്മാതാവ് ഞങ്ങളിലേക്ക് എത്തുന്നത്. അത് എത്തുന്ന രീതിയും ഇദ്ദേഹത്തിന്റെ സിനിമയായ നദികളിൽ സുന്ദരി യമുനയുടെ പ്രിവ്യൂ ഷോ കൊച്ചിയിൽ നടക്കുമ്പോൾ മുരളിച്ചേട്ടൻ ഞങ്ങൾ അത് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഞാനും വിഷ്ണു ആ പടം കാണാൻ പോയി. പടം കണ്ട് ഇറങ്ങി വന്ന് ചേട്ടാ പടം നന്നായിട്ടുണ്ട്, ഉറപ്പായിട്ട് ഇത് വർക്കാവും എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അടുത്ത സിനിമ നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മലയാളം അല്ലാതെ മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രൈ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സിനിമയും കൂടെ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്താണ് എന്നാൽ പിന്നെ പടം ചെയ്യാം. അന്ന് മുരളിച്ചേട്ടനെ പറ്റിയുള്ള ഞങ്ങളുടെ ധാരണ, വെള്ളം എന്നൊരു സിനിമ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ലൈഫ് നമ്മൾ കണ്ടിട്ടുണ്ട്, സക്സസ് ആയ ഒരു ബിസിനസ്മാൻ അന്ന് കണ്ടിട്ടുണ്ട്. വളരെ ചിരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഒരു പ്രൊഡ്യൂസർ നമ്മൾ പടം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാം ചേട്ടാ, ഞാൻ വിജീഷിനെ വിളിച്ചിട്ടാണ് അദ്ദേഹത്തെ നമ്പർ വാങ്ങിക്കുന്നത്, ചേട്ടാ നമുക്ക് പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനും വിഷ്ണുവും അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോവുകയും ഞങ്ങളൊരു കഥ പറയുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞ കഥ സുമതിയുള്ളവൻ്റെ കഥയല്ല, ഞങ്ങൾ പറഞ്ഞത് ജിംഗിൾ ബെൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയാണ്. ഒരു 6 കോടി രൂപയോളം ബഡ്ജറ്റിൽ തീരുന്ന ആ മാളികപ്പുറത്തിലെ 2 കുട്ടികളെയും ദേവനന്ദയെയും ശ്രീപത്തിനെയും പ്ലസ് ഒരു ഹീറോയും കൂടെ വെച്ചിട്ടുള്ള ഒരു കഥയായിരുന്നു അത്. ആ കഥ കേട്ടു അദ്ദേഹം ഇഷ്ടപ്പെട്ട് നെക്സ്റ്റ് ഡേ അദ്ദേഹം എനിക്കും വിഷ്ണുവിനും അഡ്വാൻസ് തന്നു.
ഞങ്ങൾക്ക് 2 പേർക്കും 5 ലക്ഷം രൂപ വീതം അഡ്വാൻസ് തന്നു. നമ്മൾ ഈ പടം ചെയ്യുന്നെന്ന് പറയുന്നു. ബാക്കി എല്ലാ ആളുകളെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു. മൂകാംബികയിൽ പോയി ആ സ്ക്രിപ്റ്റ് പൂജിച്ചതിന്റെ പോസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും എന്റെ ഫേസ്ബുക്കിലും വിഷ്ണുവിന്റെ ഫേസ്ബുക്കിലുണ്ട്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്നു. ആ സമയത്ത് സിനിമയുടെ മൊത്തത്തിലുള്ള സക്സസ് ഫോർമുലാസ് ഒന്ന് മാറി തുടങ്ങിയ സമയമായിരുന്നു. അതൊരു ത്രില്ലർ സിനിമയായിരുന്നു, ഒരു ത്രില്ലർ മൂഡിലുള്ള സിനിമയായിരുന്നു. അപ്പൊ അതാണോ ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ടിന്റെ പുറത്താണ് ഞങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫണ്ടില്ല. ഇദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും അന്ന് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായ സഞ്ജയ് പടിയൂരിനെയും കൊണ്ട് ദുബായിൽ പോവുകയും വിഷ്ണുവിന്റെ അമ്മയടക്കമുള്ള ആളുകൾ കണക്ട് ചെയ്ത് കൊടുത്ത കുറെ ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ ഒരുമിച്ച് പോയി കാണുകയും ഇദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമ ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അന്നൊക്കെ ഞങ്ങളോട് പറയുന്നത് പുള്ളിയുടെ ഒരു ബിസിനസ് ഒരു പേയ്മെന്റ് വരാനുണ്ട്, അത് ഓസ്ട്രേലിയയിൽ നിന്നും US നിന്നും വരാനുള്ള പേയ്മെന്റ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ആവശ്യമില്ല. വളരെ ജെനുവിനായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെ ആ പടത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കാണാനും അദ്ദേഹത്തിന്റെ കെയർ ഓഫിലുള്ള കുറെ ഇൻവെസ്റ്റേഴ്സിനെ അദ്ദേഹം ഞങ്ങളെ കൊണ്ടിരുത്തി ഇവർ മാളികപ്പുറത്തിന്റെ ക്രിയേറ്റീവ് പീപ്പിൾ ആണെന്ന് പറയുകയും അവരെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും ആ സിനിമ അല്ല ചെയ്യേണ്ടത് എന്നൊരു തോന്നലിലേക്കാണ് ഞങ്ങൾ നിന്നത്. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും, വാട്ടർ മുരളി കയ്യിൽ ഇനഫ് ബാങ്ക് ബാലൻസ് ഇല്ലാതെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മുരളി ഈ പറഞ്ഞ ക്രിയേറ്റീവ് ടീമാണ് മാളികപ്പുറത്തിൻ്റെതാണ്. ഇവരെങ്ങനെ കെട്ടി ഒരുക്കി കൊണ്ടുവന്നത് ദുബായിലും UK യിലും, നോട്ട് ദ പോയിന്റ് എബ്രോഡ്, ഇന്ത്യയിൽ പുറത്ത് പൈസക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റേഴ്സിനെ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്യിച്ചു എന്നുള്ളത്. ദിസ് ഈസ് എ സിമിലർ പാറ്റേൺ. ഇയാൾ ബിസിനസ്സിൽ ചെയ്യുന്നത് ദ സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ ആണ്. ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ ഇതേപോലെ ആരെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് കാണിച്ച് പൈസ എടുക്കുക. സെയിം തിങ് സിനിമയിലാണെന്നുണ്ടെങ്കിലും മാളികപ്പുറത്തിൻ്റെ ടീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് വാങ്ങുക. പിന്നെ എല്ലാവരോടും പറയുന്ന സെയിം കഥ, ഓസ്ട്രേലിയയിൽ നിന്ന് പൈസ വരാണ്ട്, UK നിന്ന് പൈസ വരാണ്ട്, ബിസിനസ്സിൽ പൈസ ഉണ്ട്, ആ പൈസയൊക്കെ വരാണ്ട് നഷ്ടം സംഭവിച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും ഇയാൾ പറയുമ്പോൾ ഇതൊക്കെ കൺവിൻസ് ആവാനും അല്ലെങ്കിൽ ഇയാൾ പറയുമ്പോൾ ഒരു അയ്യോ പാവം ഫീൽ തോന്നാനും ഉള്ള കാരണം വെള്ളം സിനിമേൻ്റെ സ്ക്രിപ്റ്റാ, അതിലെ ജയസൂര്യൻ്റെ പെർഫോമൻസാ. എന്നാണെങ്കിൽ കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കയ്യിൽ കാശുണ്ടായി ആ കാശ് കൊണ്ടുപോയി സിനിമയിലിട്ട് അതിൽ നിന്ന് ലാഭം എടുക്കാൻ നോക്കുന്ന ഒരു ഓക്കെയാണ്, അത് ഫൈനാണ് ഒരു പേഴ്സൺ. ഇതല്ല, കയ്യിൽ കാശില്ലാതെ ആരാൻ്റെ കയ്യിലിരിക്കുന്ന കാശും കണ്ട് സിനിമയ്ക്ക് ഇറങ്ങി അതിൽ ലാഭം ഉണ്ടാക്കുമ്പോൾ ആരാൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ സിനിമ പൊട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇവിടെ അതൊന്നുമില്ല. ഇനിയൊന്ന് സുമതി വളവ് ഇറ്റ്സെൽഫ് ഇപ്പം ബിഗ് സ്കാം ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് പിന്നിൽ ഇനി എന്തൊക്കെ ആർക്കൊക്കെ ഇനി എത്രയൊക്കെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആവോ, ബാക്കി കേൾക്കാം. ആ സമയത്താണ് ഒരു ദിവസം ഈ മുരളിച്ചേട്ടനോട് ഞാനാണ് പറയുന്നത്, മുരളിച്ചേട്ടാ 2019 ഞങ്ങള് ചെയ്യാവുന്ന സിനിമയുണ്ട് മാളികപ്പുറത്തിന് മുന്നേ, സുമതി വളവ് എന്നൊരു സിനിമ. അതൊരു യഥാർത്ഥ സ്ഥലത്തെ ബേസ് ആയിട്ടുള്ള ഒരു ഹൊറർ സിനിമയാണ്. 2019 ആ സിനിമ അർജുൻ കേട്ടിരുന്നു. പക്ഷെ ആ 2019 അർജുനെ വെച്ചിട്ട് ആ സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടാണ്. അന്നൊരു ബിസിനസ് വാല്യൂ ഒന്നും അർജുൻ അത്ര ഇല്ല, അതൊരു വലിയ അത്യാവശ്യം ബഡ്ജറ്റ് ആവുന്ന ഒരു സിനിമയാന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു 3.5-4 കോടി രൂപ ഉണ്ട്, ഇത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തായാലും ആ സിനിമ, അന്ന് സ്ക്രിപ്റ്റ് ഫൈനലല്ല, ചേട്ടാ എന്തായാലും ആ സിനിമ 10 കോടിക്ക് അടുത്തെങ്കിലും വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്കത് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി കഥ കേൾക്കുന്നു. കഥ കേട്ടപ്പോൾ പുള്ളി എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു നമ്മൾ ഈ പടം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം ഞങ്ങളും തീരുമാനിച്ചു എന്നാൽ സുമതി വളവ് ചെയ്യാം എന്ന് പറയുന്നു. ഞങ്ങള് ഈ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 6-7 മാസം മുന്നേ കൊച്ചിയിൽ ഒരു വലിയ ഫംഗ്ഷൻ വെച്ചിരുന്നു, ഒരു ലോഞ്ച്. നിങ്ങൾ ആൾക്ക് എല്ലാവരും വന്ന് ലോഞ്ച് ചെയ്ത് IMA ഹാളിൽ. ആ ലോഞ്ച് എന്ന് വെച്ചത് പോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ടെന്ന് പബ്ലിക്കിനെ അറിയിക്കണമെന്നും അതുവഴി അദ്ദേഹത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ആ ലോഞ്ച് വെച്ചത്. ആ ലോഞ്ചിൽ പോലും ഞാനും വിഷ്ണുവും അടക്കമുള്ള എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, അർജുൻ അശോകന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, ഒരു നമ്പർ ഓഫ് ഡേയ്സ് പോലും അധികമാകുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തോളം ഇതിന്റെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു. എഗെയിൻ സിമിലർ സെയിം പാറ്റേൺ. അതായത് ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ, ഇത് മലയാളത്തിൽ ഒട്ടുമിക്ക കുറേ ആൾക്കാർ കാണിക്കുന്ന ഗിമിക്കാട്ടാ, ചുമ്മാ ഒരു പൂജ നടത്തിനും. പൂജ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു സിനിമ റിലീസാവും വരും എന്നുള്ളതൊന്നും നിങ്ങളെ പൂതി വേണ്ടേ. ഒരു പൂജ നടത്തുന്നതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സിനെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കണ്ണിൽ പൊടിയുള്ള ഒരു ഐറ്റമാണ് ഈ പൂജ. പലരും നടത്തിയിട്ട് ഇതേപോലെയൊക്കെ സ്കാം അടിച്ച് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇതും സെയിം സാധനം തന്നെ, പാറ്റേൺ സിമിലറാണ്. എൻഡ് ഓഫ് ദ ഡേ ഇയാളുടെ കയ്യിൽ കാശില്ല, ഇയാൾക്ക് എന്താണെങ്കിലും വേറെ ആൾക്കാരിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ. എന്നിട്ട് അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് അവർക്കൊരു ചെറിയ പ്രോഫിറ്റ് ഷെയർ കൊടുത്ത് വരുന്ന 100 കോടി വന്നാൽ ഫുൾ അതിലൊരു മെജോറിറ്റി പ്രോഫിറ്റ് ഷെയർ കൊടുക്കുക, പോവുക. എന്നിട്ട് പിന്നെ സിനിമ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പരിപാടിയായിരിക്കണം.
ആൻഡ് ഇപ്പോൾ അഭിലാഷ് പിള്ള പറഞ്ഞ പോലെ ആദ്യം സംസാരിച്ച ടോപ്പിക് ഒരു 6-7 കോടിയിൽ ഒതുങ്ങുന്ന സാധനമാണെങ്കിൽ സുമതി വളവ് അവർ കൺഫേം ആക്കുമ്പോൾ തന്നെ അത് ബഡ്ജറ്റ് കൂടിയ പടാന്നുള്ളത് ആക്ച്വലി അന്ന് മീഡിയയിലും അഭിലാഷ് പിള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇട്ട ബഡ്ജറ്റിന് മേളിൽ പോകുന്നത് ഒരു ഉറപ്പുള്ളതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് ചോദിക്കണ്ട. തിങ്ക് സ്റ്റുഡിയോസ് ഒക്കെ ഞങ്ങൾ നോക്കി തുടങ്ങി. എന്തായാലും ഒരു ഇൻ ബിറ്റ്വീൻ ഒരു 15 to 20 ബഡ്ജറ്റ് വരുന്ന സിനിമയാണ് സുമതി വളവ്. അതിന്റെ ടെൻഷനുണ്ട്. പക്ഷെ ആ ടെൻഷൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് പ്രേക്ഷകർ ഞങ്ങൾ സ്വീകരിക്കുന്നു. അത് തിയേറ്ററിൽ ഒരു വലിയ ഹിറ്റായി ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള നല്ല ഉറച്ചാണ് ഞങ്ങളത് ചെയ്യുന്നത്. അത്രയും വലിയ റിസ്ക് എടുത്ത് അത്രയും ബഡ്ജറ്റ് ഈ പടം ചെയ്യുന്നത്. അപ്പോൾ അത് ദൈവം കൂടെ നിന്നാൽ നിങ്ങൾ മീഡിയാസൊക്കെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ ആൾ വരും. അഭിലാഷ് പിള്ളേനെ വളരെ വ്യക്തമായിട്ട് 15 മുതൽ 20 കോടി വരെ ബഡ്ജറ്റ് ആവാൻ കപ്പാസിറ്റി ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ക്രിപ്റ്റാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അന്ന് മീഡിയാസിനോട് പറഞ്ഞതിൻ്റെ ഒരു ക്ലിപ്പാണ് ഞാനിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ചത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രൊഡ്യൂസർ അസോസിയേഷനും ഫെഫ്ക്കൊക്കെ ഇടപെട്ടിട്ട് ഇത് എത്ര പ്രൊഡക്ഷൻ റേറ്റിലാണ് ഇത് കഴിഞ്ഞതെന്നുള്ളത് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതിൽ 14 കോടി 15 കോടി എന്നുള്ള കണക്കാണ് കാണുന്നത്. പക്ഷേ ഇയാൾ കാണിക്കുന്നതിൽ 22 കോടിയും കാണിക്കുന്നുണ്ട്. ഫൈൻ, ബാക്കി കാണാം. ഈ സിനിമ തീരുമാനിക്കുന്നു, ഇത് ബാക്കി ആർട്ടിസ്റ്റിലൊക്കെ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ അദ്ദേഹം പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ പൈസ ഉള്ളെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പറയാണ് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ, പക്ഷെ പേടിക്കണ്ട, എൻ്റെ പൈസ വരും എന്ന് പറയുമ്പോൾ ഈ സിനിമ നടക്കാതിരുന്നാൽ അത് മാളിപ്പുറം ടീമിൻ്റെ ഒരു സിനിമ ഡ്രോപ്പ് ആവുന്ന അല്ലെങ്കിൽ ഡിലേ ആവുന്ന ഒരു അവസ്ഥ വരല്ലേ എന്ന് ഉറപ്പിച്ചിട്ട് അതിനു മുന്നേ വേറൊരാളോട് പറയാണ്ട് ഇദ്ദേഹമായിട്ട് പടം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് ബാധിച്ച ഒരുപാട് പേര് വിളിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പടം ചെയ്യില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പോലും കുഴപ്പമില്ല, മുരളിച്ചേട്ടനോട് പടം ചെയ്യാം. കാരണം അദ്ദേഹം അത്ര ഡീസൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മൂത്ത ചേട്ടനെ പോലെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫാമിലിയായിട്ടും നല്ല ബന്ധമാണ് ഞങ്ങളുടെ ഫാമിലിയായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ഇതിന് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചെന്നൈയിലുണ്ട്, മനോജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം അത്യാവശ്യം സിനിമയായിട്ടും ഒക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ മനോജ് ചേട്ടനോട് സംസാരിച്ചു. മനോജ് ചേട്ടനാണ് ചെന്നൈയിലെ ഒരു വലിയ പ്രൊഡക്ഷനിൽ ഈ പ്രോജക്റ്റ് നമുക്ക് സംസാരിക്കാം, അവരെ കൂടെ കോ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്നാൽ ഈ സിനിമ കുറച്ചും കൂടെ ഈസി ആയിട്ട് നടക്കും എന്ന് പറയുമ്പോൾ മുരളിച്ചേട്ടൻ അതിന് ഓക്കെ പറയുകയും ഞാനും വിഷ്ണുവും മുരളിച്ചേട്ടനും ചെന്നൈയിൽ പോവുകയും ആ ടീമിനെ കാണുകയും അവര് ഈ സിനിമ ഞങ്ങൾ കോ പ്രൊഡക്ഷൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും അന്ന് പറഞ്ഞ ബഡ്ജറ്റിന്റെ പകുതി പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. 6 കോടി രൂപയാണ് അന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്. അപ്പം അവരോട് ആ സമയത്തും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് ഈ 6 കോടി രൂപയും വേണ്ടി വരില്ല, എന്റെ പൈസ വരും എന്ന് പറയുമ്പോൾ അവർ അത്രയും ഓക്കെയാണ്. അവർ മാളിയപ്പുറം ടീമിനോടും ഇതിന്റെ കച്ചവടം ഇത്രയാവും എന്ന് പറഞ്ഞ് അവർ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുമ്പോൾ ഇദ്ദേഹം വിളിച്ച് പറയുകയാണ്, പെട്ടെന്ന് വിളിച്ചിട്ട് അവരോട് 2 കോടി രൂപ ആദ്യം ഇടാൻ പറയുമെന്ന് ചോദിച്ചു. ഈ നിങ്ങൾ എത്ര പേർക്ക് ഈ കോർപ്പറേഷന്റെ ഡീലർ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു പ്രൊഡ്യൂസർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പടത്തിന് കോ പ്രൊഡ്യൂസർ ആവണം എന്ന് പറയുമ്പോൾ ആ കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനിക്ക് മിനിമം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പൈസ ഉണ്ടാവും എന്നൊരു തോന്നലുണ്ട്. അപ്പൊ അവരോട് ഞങ്ങൾ വിളിച്ചിട്ട് 2 കോടി ആദ്യം ഇടാൻ പറ്റുമ്പോൾ അവർ ആദ്യം നോ പറഞ്ഞു. പിന്നീട് ഇതേ മനോജ് ചേട്ടനും ഇവർ സംസാരിച്ചിട്ട് അവരതിന് വില്ലിങ് ആവുകയും 2 കോടി അവർ തരികയും ദുബായിലുള്ള പ്ലോട്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓവർസീസ് കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് വിഷ്ണു സുഹൃത്തോടെയാണ് അത് സംസാരിക്കുന്നത്. 2 കോടി 2 കോടി ആദ്യം അവര് ഞങ്ങളോട് 2 കോടിക്ക് ഞങ്ങൾ ഈ പടം എടുക്കാമെന്ന് പറയുകയും 1 കോടി രൂപ ഷൂട്ടിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഈ പറഞ്ഞ തിങ്ക് സ്റ്റുഡിയോസിന്റെ 2 കോടിയും വന്നിരുന്നത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ പറഞ്ഞ പ്ലോട്ട് പിക്ചേഴ്സിന്റെ 1 കോടി രൂപ വന്നതും ആ അക്കൗണ്ടിലേക്കാണ്. മാളിയപ്പുറത്തിലെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ മ്യൂസിക് കമ്പനിയായിട്ട് സംസാരിച്ച്, പാട്ടുകളൊന്നും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ആ മ്യൂസിക് കമ്പനിയായിട്ട് സംസാരിച്ച് 60 ലക്ഷം രൂപയോളം ഈ പടത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഈ പടത്തിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ മ്യൂസിക് റൈറ്റ്സ് നിന്ന് ഷൂട്ടിന് മുന്നേ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. വാട്ടർ മുരളിയുടെ അക്കൗണ്ടിലേക്ക് പടം തുടങ്ങുന്നതിന് മുമ്പ് അയാളുടെ പൈസയല്ലാതെ 3.5 കോടി രൂപ കോ പ്രൊഡ്യൂസറും മ്യൂസിക്കിൻ്റെ ടീമിൻ്റെയും ഓവർസീസിൻ്റെ ടീമിൻ്റെയും എല്ലാം കൂടിയും കൂട്ടിയിട്ട് 3.5 കോടി രൂപ അക്കൗണ്ടിൽ വന്നു. അയാൾ മേടിച്ചെടുത്തു. അതിനുശേഷമാണ് ഈ പടത്തിൻ്റെ ബാക്കി മുന്നോട്ടുള്ള ഷൂട്ടും ഫോർവേഡിങ്സ് ഒക്കെ നടന്നത്. ഇനി മുന്നോട്ടുള്ള കഥ ഞാൻ ഇത് വെക്കാതെ തന്നെ പറയാം. ഇതേപോലെ മുന്നോട്ട് പോകുമ്പോൾ കാശ് വരാനുണ്ട് എന്നുള്ള ഈ വാക്ക് കേട്ട് ഇടയ്ക്ക് കാശ് വരാതാവുമ്പോൾ
ഷൂട്ട് മുടങ്ങി പോകുമ്പോൾ എഗെയിൻ കോ പ്രൊഡ്യൂസർ അടുത്ത് പോകും. അങ്ങനെ കോ പ്രൊഡക്ഷൻ്റെ ടീം 6 കോടി രൂപ അവരോട് കമ്മിറ്റ് ചെയ്തു. അതായത് ഇവർ ഇട്ട് കൊടുത്ത ബഡ്ജറ്റിൻ്റെ പകുതി എന്നാണ് പറയുന്നത്. മേ ബി ഒരു നിങ്ങൾ ടാക്സും GST ഒക്കെ കഴിഞ്ഞ് ഒരു 14 കോടി രൂപ ഇതിൻ്റെ ഇത് കൂട്ടിക്കോ, ഏത് ബഡ്ജറ്റ് കൂട്ടിക്കോ. അപ്പോൾ ഒരു 6 കോടി അവർ കമ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 6 കോടി രൂപയും അവരുടെ ഇന്ന് മേടിച്ചെടുത്തു. അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കി കുറേ റൈറ്റ്സും സാധനങ്ങളും ഇതിൻ്റെ വിൽക്കാൻ പറ്റുന്ന എല്ലാ എലമെൻറ്റുകളും വിറ്റിട്ട് അതിൻ്റെ പൈസയും മേടിച്ച് അങ്ങനെ ഷൂട്ടിംഗ് എന്ത് ചെയ്തു, ഇവർ മുന്നോട്ട് കൊണ്ടുപോയി. ബട്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഇത് തിയേറ്ററിൽ വരേണ്ട ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ടീമിന് മനസ്സിലായി, കോ പ്രൊഡക്ഷൻ ടീമിന് മനസ്സിലായി ഇത് ഉടായ്പിലേക്കാണ് പോകുന്നത്. അവർ നൈസായിട്ട് എന്ത് ചെയ്തു, അത് ഫണ്ടിങ് ആക്കി മാറ്റി. ഇൻട്രസ്റ്റ് റേറ്റിൽ പൈസ സിനിമയ്ക്ക് കൊടുക്കുന്ന ഫണ്ടേഴ്സ് ഒരുപാടുണ്ട്, അവരത് അങ്ങനെയാക്കി മാറ്റി. അങ്ങനെ അവരതാക്കി മാറ്റുമ്പോൾ വേറൊരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കണം. ആ ടൈമിലാണ് ഗോകുലം ഗോപാലൻ്റെ എൻട്രി. ഗോകുലം ഗോപാലൻ വരുന്നു, സിനിമ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, നേരെ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ തമിഴ്നാട് ടീമിനെ ഗോകുലം ഗോപാലൻ വിത്ത് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നു, സെറ്റിൽ ചെയ്ത് വിടുന്നു. ഓക്കെ, ഈ സെറ്റിൽ ചെയ്ത് വിട്ടതിന് ശേഷം പിന്നെ വാട്ടർമാനുമായിട്ട് ഗോകുലം ഗോപാലൻ ടൈപ്പിലാകുന്നു. പടം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ഗോകുലം ഗോപാലൻ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസിനെ മാത്രമല്ല ഇവരുടെ വേറെ കുറച്ച് പൈസകളും സെറ്റിൽമെൻ്റ് ആക്കി എന്നുള്ളതാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് ഗോകുലം ഇതിലേക്ക് ഇന്നാവുന്നത്. അപ്പം അത്രയും പൈസ, ഓക്കെ, ഒരു 6 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പ്ലസ് അവരുടെ ഇൻട്രസ്റ്റ് പ്ലസ് ഈ സിനിമേൻ്റെ ബാക്കി സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വാട്ടർമാൻ പ്രൊഡക്ഷനിൽ മുരളീൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് വെറും 3-4 കോടി രൂപയായിരിക്കണം. ബാക്കി മോസ്റ്റ് മെജോറിറ്റിയും പൈസ പോയിട്ടുള്ളത് ഗോകുലത്തിൽ നിന്നാണ്. അപ്പോൾ ഗോകുലം എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി ഇതിൻ്റെ ആദ്യത്തെ പ്രോഫിറ്റ് വരുമ്പോൾ അവരെടുക്കും. ഓക്കെ, അവരെടുത്തോ ഇല്ല എന്നുള്ളത് കഴിഞ്ഞപ്പോൾ അവർ എക്സ്പ്ലനേഷൻ തരാൻ പോണില്ല, അവർക്കെന്താ. പക്ഷേ ഞാൻ പറയുന്ന സിനാരിയോ നിങ്ങൾ നോക്ക്, കയ്യിലൊരു കാശില്ല, പിന്നെ എവിടുന്നൊക്കെയോ തട്ടി ഒപ്പിച്ച് 2-3-4 കോടി രൂപ കൊണ്ടുവന്നു. പക്ഷേ ഓൾറെഡി സിനിമേൻ്റെ ബഡ്ജറ്റ് 10-14 കോടി രൂപ. അതിൻ്റെ ഒരു മോസ്റ്റ് മെജോറിറ്റി ഷെയർ ഇട്ടുള്ളത് ഗോകുലം ഗോപാലൻ. പിന്നെ ഇതിൻ്റെ ലാഭം വന്നാലടക്കം ഇയാൾക്ക് എങ്ങനെ കിട്ടൂടെ? കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കയ്യിൽ ആ ഇറക്കിയ പൈസ ചിലപ്പോൾ തിരിച്ചു കിട്ടുമായിരിക്കും. ദാറ്റ്സ് ഇറ്റ്, ക്യാപിറ്റൽ കിട്ടും, പൈസ വേറെ ഒന്നും കിട്ടില്ല. അതൊരു ലോജിക്കല്ലേ? അത് ഒരു സാധാരണക്കാരന് പോലും ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഇതിലത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പൈസ മൊത്തം ഈ സിനിമയ്ക്കിപ്പോൾ 6 കോടി രൂപ തമിഴ്നാടിൽ നിന്ന് ടീം കൊടുത്തതും, അതല്ലാതെ ഇനിയിപ്പോൾ ഗോകുലം ഗോപാലൻ ഈ തമിഴ്നാട് ടീമിനെ സെറ്റിൽ ചെയ്യണമെങ്കിലും ആ പൈസ ആരുടേക്ക് തന്നെ ഇടുക? മുരളീൻ്റെക്ക് തന്നെ ഇടാൻ പറ്റും. കാരണം മുരളിയാണ് മറ്റവരായിട്ടുള്ള എഗ്രിമെൻറ്റ്. അപ്പോൾ മുരളീൻ്റെ അക്കൗണ്ടിൽ തന്നെ മറ്റവർക്ക് അയച്ചു കൊടുക്കണില്ല. അപ്പോൾ ആ എമൗണ്ട് മുരളീൻ്റെക്ക് തന്നെ പോകും. ബാക്കി ഇതിൻ്റെ സെയിൽസിൻ്റെ എല്ലാ പൈസയും മുരളീൻ്റെക്ക് തന്നെ പോകും. അങ്ങനെ നോക്കുമ്പോൾ അയാളുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാലും അതിനകത്ത് 10-16-20 ലക്ഷം കോടി രൂപ വന്നു പോയതിൻ്റെ കണക്കും ട്രാൻസാക്ഷനും കാണുമായിരിക്കും. പക്ഷെ അത് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, എന്തിനു വന്നു എന്നുള്ളത് ചോദിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ റിയാലിറ്റി സത്യം പറഞ്ഞാൽ പുറത്ത് വരുന്നത്. ഓക്കെ, ഇനി ഇത്രയൊക്കെ പൈസ വന്നു, ഇത്രയൊക്കെ ചെയ്തു, സിനിമ ഇറങ്ങി 25 കോടി സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള റണ്ണിങ് എഴുതി കാണിച്ചിട്ടും ടെക്നീഷ്യൻസിന് പൈസ കൊടുത്തിട്ടില്ല, ഇതിൽ ആക്ടേഴ്സിന് പൈസ കൊടുത്തിട്ടില്ല, ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്ത ടീമിന് പൈസ കൊടുത്തിട്ടില്ല. അപ്പം ഈ പൈസകളൊക്കെ എവിടെ പോയി? സിനിമയ്ക്ക് ചിലവായ പൈസക്കാൾ കൂടുതൽ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചിലവായിട്ടുള്ളത് ഏതൊക്കെ രീതിയിൽ ചിലവായി? എല്ലാം സിനിമയ്ക്ക് തന്നെയാണോ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചല്ലേ ഇവിടെ ശരിക്കും ഓഡിറ്റ് വേണ്ടത്, അല്ലേ? അതിലാണ് വേണ്ടതെന്നാണ് എനിക്കും പേഴ്സണലി തോന്നുന്നത്. ഇനി നമുക്ക് ഈ ഉണ്ണിമൂന്തൻ എലമെൻറ്റിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നതിലേക്ക് ഒന്ന് പോയി നോക്കാം. വിഷ്ണുവിന്റെ വാളിയപ്പുറം സംവിധാനം ചെയ്ത ഉണ്ണി എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, സംവിധാനം അറിയാത്തൊരു സംവിധായകനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്തിനാണ് സുമതിയുടെ 2 ചെയ്യാൻ തയ്യാറായത്? അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം വിഷ്ണുവിനെ കണ്ടിട്ടില്ല, വിഷ്ണു വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അതിനുശേഷം എത്രയോ തവണ ഹയാത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും പൈസ ഇല്ലാത്ത ഒരാള് ഹയാത്തിന് താമസിക്കും. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി എത്ര ഇപ്പൊ എനിക്കറിയാം. വെള്ളം സിനിമ നഷ്ടം വന്ന സിനിമയാണ്. അതിന്റെ യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. അവര് വേണമെങ്കിൽ പ്രസ് മീറ്റിന്, ഇനി അടുത്ത പ്രസ് മീറ്റിന് വേണമെങ്കിൽ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ആദ്യം തൊട്ടേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് മാളികപ്പുറം 100 കോടിയല്ലേ, അപ്പം ഈ പടം 100 കോടി കിട്ടില്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ എന്താ പറയുന്നത്? ചേട്ടാ പടം ഓടും, വിജയിക്കും, നമ്മുടെ കോൺഫിഡൻസാ പറയുന്നത്. പുള്ളി അതാണ് ഹൈലൈറ്റ് ചെയ്തത്. പുള്ളിയുടെ വിഷമം പുള്ളിക്ക് ഈ പടത്തിന് 100 കോടി വന്നില്ല എന്നുള്ളതാണ്. സുമതിയുള്ളതിന്റെ ഷൂട്ടിന് മുന്നേ ഒരു ദിവസം മുരളിച്ചേട്ടൻ എന്നെ പേഴ്സണലി ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താന്ന് ചോദിച്ചു. എന്നെ ഉണ്ണി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. പുള്ളിനെ എന്തോ ചോദിച്ചാൽ പറഞ്ഞു വിഷ്ണുവിനെ വെച്ച് പടം ചെയ്തെന്ന് പറഞ്ഞു. വിഷ്ണുവിന് സംവിധാനം അറിയില്ല പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര നാൾ നിൽക്കേണ്ടൂടെ, നിങ്ങൾക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്ത് എത്രയോ പേരുണ്ട്. ഉണ്ണി മാത്രമല്ല സിനിമ അഭിനയിച്ചിരുന്നത്, സൈജു ചേട്ടനുണ്ട്, വർക്ക് ചെയ്ത് എത്രയോ ടെക്നീഷ്യന്മാരുണ്ട്. അവരെ വിളിച്ചു ചോദിച്ചതെന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്ത് 1-2 പേരെ ഞാൻ വിളിച്ചു കൊടുക്കുകയും അപ്പം പുള്ളി തന്നെ അന്ന് എൻ്റെ അടുത്ത്
ഇത് അസൂയയുടെ പുറത്തുള്ളതാണെന്നും മറ്റെന്തോ ഒരു വേർഡ് ഉപയോഗിച്ചു. ഇത് പറഞ്ഞിട്ടാണ് ഇത്. അന്ന് അദ്ദേഹത്തെ മറ്റൊരാളെ കൂടെ വിളിച്ചിരുന്നു ഈ സിനിമ ചെയ്യുന്നത് പറഞ്ഞിട്ട്. ആ പേര് ഞാൻ പുറകെ പറയാം. അപ്പൊ അതിനുശേഷം ഈ സിനിമ ചെയ്യുമ്പോഴൊക്കെ വിഷ്ണു ശശാങ്കനെ പുള്ളിക്ക് ഇഷ്ടമായിരുന്നു, എല്ലാം ഓക്കെയാണ്. ഉണ്ണി മുകുന്ദൻ ഇന്നലെ വിളിഞ്ഞാന്നു അദ്ദേഹത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അടുത്ത സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറാ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം ഒരാളുടെ ഒരു അവസ്ഥ കണ്ട് ഉണ്ണി മുകുന്ദൻ ഒരു ഡേറ്റ് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ണിയുടെ വലിയ മനസ്സാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ മാളികപ്പുറത്തിന്റെയും മാർക്കോടെയും ഇടയിൽ ഉണ്ണിയുടെ ഇറങ്ങിയ സിനിമകളുണ്ട്, നഷ്ടം വന്ന സിനിമകളുണ്ട്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഉണ്ട്. അവരുടെയും വീട്ടിൽ ചെല്ലണം ഉണ്ണി, അവർക്കും ഡേറ്റ് കൊടുക്കണം. ഈ മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ വന്ന് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് റിയാലിറ്റിയിലുണ്ട്. ഉണ്ണി മൂന്നല്ലത് വേറെ ആളുകളുണ്ട്. ഇന്ന് ഉണ്ണി ഇട്ടേക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു, സത്യം ഒരു ദിവസം പുറത്തു വരും എന്ന്. അത് ഇന്നലെ തൊട്ട് കാണുന്ന PR വർക്സില് ഉണ്ണി മൂന്നിന്റെ പോസ്റ്റുകളാണ്, ഉണ്ണി മൂന്നിനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണി മൂന്നിന്റെ പോസ്റ്റുകളാണ്. അവിടെയൊക്കെ ആലോചിച്ച് നോക്കണം, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് പോകുന്നത്. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല, ഉണ്ണി മൂന്നിനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് PR വർക്കുകളൊക്കെ. നിങ്ങൾക്ക് അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിൽ കയറിയാൽ ഈ സാധനം, അതായത് എനിക്ക് അവരോട് പറയാനുള്ളത്, ആരാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ കാശ് വാങ്ങിക്കുകയാണെങ്കിൽ പണിയെടുക്കുക. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടില്ല, ഭയങ്കര മോശമാണ്. നിങ്ങൾ കാശ് വാങ്ങിക്കുന്നതോട് കാണിക്കുന്ന മോശമായ കാര്യം. ഓക്കെ, അപ്പൊ ഇതാണ് ഉണ്ണിമൂന്തൻ റിലേറ്റഡ് ആയിട്ട്. അതായത് അവിടെ ഈ മുരളി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അഭിലാഷിന് അറിയാതെ തോന്നുന്നു. അഭിലാഷ് ഈ കാര്യങ്ങൾ ഉണ്ണിമൂന്തനോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ശരിക്കും ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം വെച്ചിട്ടാണെങ്കിൽ ഇവർക്ക് നേരിട്ട് ചോദിക്കാം. അതായത് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യേണ്ട, ഡയറക്റ്റ് ചെയ്യേണ്ട വിഷ്ണു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. ബട്ട് അറിയില്ല, ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണലി കാണുമായിരിക്കും. അല്ല ഇപ്പോൾ ഇത് മുരളി പറഞ്ഞു ഉണ്ണി പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് അഭിലാഷിന് എത്രത്തോളം പൊള്ളേണ്ട ഒരു ആവശ്യമോ അല്ലെങ്കിൽ ഇത്രത്തോളം സംസാരിക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള പേഴ്സണൽ ടേംസ് ഒന്നും മര്യാദയ്ക്കല്ല എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാവുന്നത്. അതവിടെ നിൽക്കട്ടെ. കമ്മിങ് ബാക്ക് ടു ദിസ് മുരളിയാണല്ലോ ഇവിടുത്തെ വിഷയം. പലരും ഇയാളുടെ ഈ വീഡിയോ കണ്ടപ്പോൾ, ഞാനും ഇയാളുടെ ആ വീഡിയോ കണ്ടപ്പോൾ അന്ന് സെൻറ്റിമെൻറ്റ്സ് വീഡിയോ കണ്ടപ്പോൾ അയ്യോ പാവം സെറ്റപ്പ് നമ്മൾ വിചാരിക്കേണ്ടവർ വിചാരിച്ചാൽ മതി. മിസ്ലീഡ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ സാഹചര്യം കിട്ടി നമ്മൾ കറക്റ്റ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ അയാളുടെ ലൈഫ് സ്റ്റൈല്, അയാൾ ഈ പറഞ്ഞ പോലെ വീട് വെക്കാൻ പോകുന്നു, കാർ വെക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അയാൾ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് അയാൾ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ലക്ഷറി കാണിക്കുന്നത് പുതിയ ഇൻവെസ്റ്റേഴ്സിന് കിട്ടാനും കാണിക്കാനും വേണ്ടിയിട്ടുള്ളതെന്നുള്ളത് വേറൊരു ഫാക്ടർ. പിന്നെ ഇതിന് പുറമെ ഇങ്ങനെ ഇപ്പോൾ ഈ വെള്ളം സിനിമ തമിഴിലേക്ക് കൊണ്ടുപോയിട്ട് റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു ലീഡ് ആക്ടറിന് അഡ്വാൻസ് കൊടുക്കുന്നു, വേറൊരു പ്രൊഡക്ഷൻ ടീമിനായിട്ട് സംസാരിക്കുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് സൈഡിലൂടെ മുമ്പ് ചെയ്യുന്നുമുണ്ട്. മനസ്സിലായോ? അപ്പോൾ പൈസ എന്ന് പറഞ്ഞ ഫാക്ടർ അങ്ങേരെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ പോയതാണോ അങ്ങേരുടെ പ്രശ്നം? അതോ അങ്ങേരെ ഏതെങ്കിലും ഇൻവെസ്റ്റർ ചെയ്യുന്ന കുറച്ച് പൈസ കൊണ്ടുവന്ന് അത് ഇറക്കിയത് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണോ? ബിസിനസ് പരമായിട്ട് തകർന്ന പൈസകൾ ഇതിലൂടെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചു വന്നത് രക്ഷപ്പെടുത്താൻ പറ്റാത്തതിൻ്റെ ഒരു തരം ഫ്രസ്ട്രേഷൻ തീർത്തതാണോ? പിന്നെ എങ്ങനെയാണ് ഇതിന് 22 കോടി രൂപ ബഡ്ജറ്റ് വന്നത്? കാരണം ഈ പറഞ്ഞ തമിഴ്നാട് പ്രൊഡക്ഷൻ ടീമിന് ഇവർ കൊടുത്തിട്ടുള്ള ബഡ്ജറ്റ് 12-14 കോടി ആണെങ്കിൽ 7 കോടി രൂപ ബഡ്ജറ്റ് എങ്ങനെ ഇയാൾ പ്രൊഡ്യൂസർ അസോസിയേഷന് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക? അതിൻ്റെ ലിസ്റ്റ് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ക്രിമിനൽ ഒഫൻസ് അല്ലേ? ബഡ്ജറ്റ് കൂട്ടിയിട്ട് കാണിച്ചിട്ട് ഒരു ടീമിൻ്റെ നിന്ന് പൈസ വാങ്ങി എന്നുള്ള സ്കീമിക്ക് കാര്യങ്ങൾ മാറില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ സ്റ്റിൽ ഇതിൽ അഭിനയിച്ചവർക്കും ഇതിൻ്റെ ടെക്നീഷ്യൻസിനും ഇതിന്ന് കംപ്ലീറ്റ് പൈസയും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്താണ് സ്കാം എത്രയാണ്? ഇതൊക്കെയാണ് മലയാള സിനിമയുടെ അവസ്ഥ മക്കളെ. പൈസ സ്കാം എന്തൊക്കെ പരിപാടികൾ വേറെ നടക്കുന്നു. നല്ല ക്വാളിറ്റി ഉള്ള കണ്ടൻറ്റ്, നല്ല മേക്കേഴ്സ്, നല്ല ടീമൊക്കെ സിനിമ എടുക്കുമ്പോൾ 100 കോടി അടിക്കും, 200 കോടി അടിക്കും, അവർ വല്ല ഹാപ്പി ആയിട്ട് പോവും. കൂടായ്പ നടക്കും ഇതിനിടയിൽ കൂടി. ഉള്ള എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ അഗെയിൻ, ഉണ്ണി മൂന്തൻ ഫാക്ട് ഇതിനകത്ത് വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഇതൊക്കെ ഇവരുടെ പേഴ്സണൽ സംഗതികൾ, പുറത്ത് വരാത്ത സംഗതികൾ എന്തോ ഇതിനകത്ത് ഉണ്ണിയുടെ പേര് കേട്ടപ്പോഴത്തേക്ക് അഭിലാഷ് പിള്ള ആ ഒരു ആംഗിൾ ചിന്തിച്ച് പോയതാണ്. എഗെയിൻ ഞാൻ പറയുന്നു, മുരളിയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതൊന്ന് റീചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും.